ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ പോകണം കേട്ടോ. ഞായറാഴ്ചയൊക്കെ ആയതുകൊണ്ട് പിന്നെ നമ്മുടെ ചെങ്ങന്നൂർ നമ്മുടെ അച്ഛൻ്റെ വീട്ടിൽ വരെ ഒന്ന് പോകണം. പിന്നെ വേറൊന്നുമില്ല, നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അതൊക്കെ നമുക്ക് വഴിയേ കാണാം. അപ്പം ഞങ്ങൾ പോയിട്ട് വരാം. ഗൈസ്, നമ്മൾ വീടിൻ്റെ അടുത്തുനിന്ന് പകുതി ഇറങ്ങിയപ്പോഴാണ് നമ്മളൊരു കാഴ്ച കാണുന്നത്. കണ്ടോ, നമ്മുടെ കടലാസ് പൂക്കൾ. നല്ല രസമുണ്ട് കാണാനായിട്ട്. കാണിക്കാം. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് വരുന്നിടത്താണ് ഈ കടലാസ് പൂവ് നല്ലവണ്ണം വിരിഞ്ഞ് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഞങ്ങൾ പിന്നെ പെട്ടെന്ന് വണ്ടി നിർത്തി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുകയൊക്കെ ചെയ്തായിരുന്നു. അങ്ങോട്ട് ഇനി പോവുകയാണ്. ഇനി നമ്മൾ നല്ല നട്ടടാൻ വെയിലത്താണ് നമ്മൾ പോകുന്നത്. സമയം 12:30 കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ തന്നെ പോവുകയാണ് ഗൈസ്. കടലാസ് പൂക്കളുടെ ഭംഗിയൊക്കെ കണ്ട് ഞങ്ങൾ നേരെ പോയത് കോഴഞ്ചേരിയിലേക്കാണ് ഒരു ബാഗ് വാങ്ങാനായിട്ട്. കഴിഞ്ഞ ദിവസം ഞാൻ വന്ന് നോക്കിയതായിരുന്നു ഒരു ബാഗ് വാങ്ങിക്കണമെന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് വന്നേക്കുവാണ് ബാഗൊക്കെ വാങ്ങാനായിട്ട്. ഞാൻ ചേട്ടനോട് ചോദിക്കുവാണ് ഈ പച്ച ബാഗ് മതിയോ ബ്രൗൺ ബാഗ് മതിയോ എന്ന്. അപ്പോൾ ചേട്ടൻ അവിടെ വേറെ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞ് നീ ബാഗ് വാങ്ങിക്കി, പച്ച ബാഗ് വാങ്ങിക്കടി എന്ന് പറയുവാണ്. അപ്പോൾ ചേട്ടനെ ഒന്ന് ഞാൻ ചിരിച്ചൊക്കെ കാണിച്ചിട്ടുണ്ട്. ഈ പച്ച ബാഗ് ബില്ലടിച്ചാൽ നമ്മൾ നേരെ പോയത് ബാംഗ്ലൂർ റോഡ് കാണാനാണ്. ചെങ്ങന്നൂരാണ് ഈ ബാംഗ്ലൂർ റോഡ്. നല്ല അടിപൊളി സ്ഥലമാണ്, കപ്പിൾസിനൊക്കെ വന്നിരിക്കാൻ പറ്റും. ചെങ്ങന്നൂർ എത്തിയിരിക്കുന്നു. നമ്മൾ ഇനി പോകുന്നത് എൻ്റെ തലയിൽ താരം മാറ്റാണ്. ഡാൻഡ്രഫാണ് നിറച്ച്, അതുകൊണ്ട് നമുക്ക് താരം മാറ്റാനായിട്ട് റൂട്ട്സിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ചേട്ടൻ്റെ മുടിയൊക്കെ വെട്ടുന്നത് റൂട്ട്സിലാണ്. അപ്പോൾ അവിടെ ഗേൾസിനും ഉണ്ട് ബോയ്സിനും ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങനെ ഞാൻ റൂട്ട്സിലെത്തിയിട്ടുണ്ട്. അത് വേറെ രണ്ടാമത്തെ കടയാണ്. ഫസ്റ്റ് കട ജെൻസിനും ലേഡീസിനും ഉണ്ട്. അപ്പോൾ അവരാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അപ്പോൾ ചേട്ടൻ തന്നെ ആദ്യം അവിടുത്തെ മുതലാളിയോട് എൻ്റെ കാര്യം സംസാരിക്കുവാണ്. എൻ്റെ ചേട്ടനെ അറിയാവുന്നത് കൊണ്ട് ഒരുവിധം കംഫർട്ടായിരുന്നു ആ ചേട്ടൻ എനിക്ക്. അപ്പോൾ ആ ചേട്ടൻ പറയുവാണ് ഹസ്ബൻഡിൻ്റെ ക്ലിപ്പൊക്കെ ഊരി കൊടുക്കുമെന്ന്. അത് കഴിഞ്ഞ് ആ ചേട്ടൻ മറ്റേ ടർക്കിയൊക്കെ വെച്ച് എന്നെ പുതയ്ക്കുന്നുണ്ട്, നമ്മുടെ ദേഹത്തോട്ട് വെള്ളമൊന്നും ആവാതിരിക്കാൻ വേണ്ടി. അതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ അവിടെ എല്ലാം കാണിക്കുന്നുണ്ട്. ഇവരുടെ പുതിയ കടയാണ് ചെങ്ങന്നൂർ. അപ്പം ചേട്ടൻ ഇവിടെയാണ് മുടിയൊക്കെ വെട്ടുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ആ ചേട്ടൻ എൻ്റെ തലയിൽ ഓയിൽ കണ്ടൻറ്റ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി ഹെയർ വാഷ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് അവരുടെ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ആ ചേട്ടൻ നല്ല മസാജൊക്കെ തരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കണ്ണൊക്കെ അങ്ങ് ഉറങ്ങി പോവാണ്. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് വാഷ് ചെയ്തിട്ട് കാണാം. അപ്പോൾ കഴിച്ചതാണ് ഞാൻ ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. നല്ലതായിരുന്നു കേട്ടോ, നല്ല അടിപൊളിയായിരുന്നു. നമ്മുടെ താരനൊക്കെ പോയിട്ടുണ്ട്. ഞാൻ വീട്ടിൽ ചെന്നിട്ട് നോക്കണം. ആ ചേട്ടൻ പറഞ്ഞ ഡാൻഡ്രഫൊക്കെ പോയിട്ടുണ്ടെന്നാ. ചേട്ടനെന്തോ പറഞ്ഞേ, പോയോ? ഡാൻഡ്രഫ് എല്ലാം പോയി. അവർ 5 മിനിറ്റ് ഇത് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് അതെല്ലാം പോയിട്ടുണ്ട്. നമുക്ക് മാസത്തിൽ ഒരു വട്ടം ചെയ്യണം ഇത്, അല്ലെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് മാറത്തില്ല. ഇനി നമുക്ക് പോകാം. ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഓക്സിജനിലോട്ടാണ് TV നോക്കാനായിട്ട്. അവിടുത്തെ ചേട്ടനോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്, സൈസും റേറ്റും ഒക്കെ. അപ്പോൾ അവിടുന്ന് ഞാൻ അവിടുന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോ ഒക്കെ നോക്കി. അത് കഴിഞ്ഞ് നമ്മൾ രാത്രി ആയപ്പോഴത്തേക്കും ഫുഡ് കഴിക്കാൻ പോയേ. മാരാമണ്ണുള്ള ടമ്മി യമ്മി റെസ്റ്റോറൻറ്റിലാണ് പോയത്. അവിടെ നല്ല കുഴിമന്തി കിട്ടുമെന്ന് പറഞ്ഞ്. അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങളവിടെ കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുക്കുന്ന കാര്യം ഓർമ്മിപ്പിച്ചത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ടാറ്റാ, ബൈ ബൈ, സീ യു, ഗുഡ് നൈറ്റ്.